ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ധനുഷിനെയും അവന്തികയുമാണ്. അതേസമയം അവന്തികയെ സുഷമ വിളിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ പ്ലാൻ സക്സസ് ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തേത് എന്തെന്നാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ആതിരയുടെ കുഞ്ഞ് ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. അതും നീ നല്ല വെടിപ്പായി തന്നെ ചെയ്യുമെന്ന് എനിക്കുറപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് അവന്തിക ധനുഷിനോട് പറയുകയാണ്, സുഷമയെ ഏൽപ്പിച്ച ജോലി സുഷമ നല്ല വെടിപ്പായി തന്നെ ചെയ്തിട്ടുണ്ട്. ആതിരയ്ക്ക് ബ്ലീഡിങ് കൂടാനുള്ള മരുന്നാ അവൾ കൊടുത്തിരിക്കുന്നത്. തുടർന്ന് ഡോക്ടർ വന്നിട്ട് ഇനി എന്താ പറയാൻ പോകുന്നതെന്നറിയാമോ? ഡെലിവറി കഴിയാതെ ഇനി വീട്ടിലേക്ക് വിടാൻ പറ്റില്ലെന്ന്. ഇനി അടുത്തത് അത് കുറച്ച് പാടുള്ളതാ. ഈശ്വര, എല്ലാം നന്നായി തന്നെ അവസാനിക്കട്ടെ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ആതിരയ്ക്ക് മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം ഡോക്ടർ സന്ദീപിനോട് പുറത്തേക്ക് വരാൻ പറയുകയാണ്. തുടർന്ന് ഡോക്ടർ പുറത്തേക്ക് വന്ന് എല്ലാവരോടും പറയുകയാണ്, ബ്ലീഡിങ് എങ്ങനെയാണ് ഉണ്ടായതെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡെലിവറി അല്പം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അമ്മയും കുഞ്ഞിനെയും രക്ഷിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടുന്ന് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സുഷമ. പാവം എൻ്റെ മോള് ഇത്രയൊക്കെ അനുഭവിക്കാൻ അവൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞ് ആകെ തകർന്നിരിക്കുകയാണ് കമല. തുടർന്ന് മാഷ് കമലയെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക ഹോസ്പിറ്റലിലെത്തിയിരിക്കുന്നതാണ്. സുഷമയ്ക്ക് പണം കൊടുത്തതിന് ശേഷം അവന്തിക ആതിരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതേസമയം അർച്ചന ആതിരയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. എന്താ മോളെ, ഇപ്പം എങ്ങനെയുണ്ടെന്ന് അർച്ചന ചോദിക്കുമ്പോൾ, അത് ചേച്ചി ചെറുതായിട്ട് ബ്ലീഡിംഗ് ഉണ്ടായതാ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റാമെന്നാ ഡോക്ടർ പറഞ്ഞതെന്ന് ആതിര പറയുന്നു. അതേസമയമാണ് അവന്തിക ആതിരയുടെ അടുത്തേക്ക് വരുന്നത്. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാതെ താഴത്തേക്ക് പിടിക്കുകയാണ് ആതിര. തുടർന്ന് അവന്തിക ആതിരയോട് ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിനക്കിതുവരെ ഒന്നും പറ്റിയില്ലല്ലേ? നിന്നെ മോർച്ചറി വെച്ച് കാണാനാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നീ എൻ്റെ കുഞ്ഞിനെ കൊന്നതല്ലേ എന്ന് അവന്തിക പറയുമ്പോൾ ആതിര പറയുകയാണ്, അങ്ങനെയല്ലല്ലോ. നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ താഴെ വീണതല്ലേ? അങ്ങനെ എനിക്ക് ജനിക്കാത്തൊരു കുഞ്ഞെ നെല്ലിശ്ശേരിയിൽ ആർക്കും വേണ്ട. ഈ ആശുപത്രിയിൽ നിന്നും നീ തിരികെ പോകുമ്പോഴേ നിന്റെ കയ്യിലിരിക്കുന്നത് നിന്റെ മരിച്ച കുഞ്ഞായിരിക്കും. ജീവനോടെ അതിനെ ആരും കാണില്ല. നീ അതും മോഹിച്ച് ഇരിക്കുകയും വേണ്ട എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചനയും ആതിരയും. തുടർന്ന് അവന്തിക ഫോൺ എടുത്തിട്ട് പറയുകയാണ്, ഹലോ അർച്ചനെ, നിന്റെ അനിയത്തിയോട് ഞാൻ പറഞ്ഞതെല്ലാം നീ കേട്ട് കാണുമല്ലോ. പറ്റുമെങ്കിൽ നീ നിന്റെ അനിയത്തെയും കുഞ്ഞിനെയും രക്ഷിച്ചു കാണിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് ആതിരയും അർച്ചനയും. തുടർന്ന് അർച്ചന പെട്ടെന്ന് തന്നെ സച്ചിയേട്ട എന്ന് വിളിച്ചുകൊണ്ട് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. സച്ചിയേട്ട, നമുക്കൊന്ന് വേഗം ഹോസ്പിറ്റൽ വരെ പോകണമെന്ന് അർച്ചന പറയുമ്പോൾ അതിനെന്താ, പോകാമെന്ന് സച്ചിയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അനൂപും മീരയും കൂടി ബൈക്കിൽ വരുന്നതാണ്. അതേസമയം മിന്നൽ ബിജു അവരെ ഇടിക്കാനായി കാത്തു നിൽക്കുകയാണ്. എന്നാൽ പോകുന്ന വഴിക്ക് അവർ ചായ കുടിക്കാനായി ഒരു കടയിൽ കയറുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അർച്ചനയും സച്ചിയും ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. എന്തിനാ മോളെ നീ ഇപ്പോൾ ധൃതി പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്? അമ്മ പറഞ്ഞതല്ലേ കുഴപ്പമൊന്നുമില്ലെന്ന് എന്ന് കമല പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അവന്തിക പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് അർച്ചന. തുടർന്ന് സന്ദീപ് എന്തേന്ന് സച്ചി ചോദിക്കുമ്പോൾ ഫാർമസിയിൽ പോയിരിക്കുകയാണെന്ന് കമല പറയുന്നു. ഞാനൊന്ന് പോയി അവനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടുന്ന് പോകുമ്പോൾ സച്ചിയുടെ പിന്നാലെ തന്നെ കമലയും മാഷും മുറിയിൽ നിന്നും പോവുകയാണ്. തുടർന്ന് അർച്ചന ആതിരയോട് സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. ഇതെല്ലാം നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രമാ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക, നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.